നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എഡിറ്റ് ചെയ്യാം. നമുക്ക് നമ്മളതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഫിനിഷ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ റിലേഷൻഷിപ്പ് എഡിറ്റ് ചെയ്യുന്നത്. ഫിനിഷ് ടു സ്റ്റാർട്ട് നമുക്ക് ചില ആക്ടിവിറ്റിയുടെ ഫിനിഷ് ടു ഫിനിഷ് ആക്കണം, അതുപോലെ പർട്ടിക്കുലർ ലിസ്റ്റ് ഫുള്ള് നമുക്ക് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് ആക്കണം. അങ്ങനെയൊക്കെയുള്ള മൾട്ടിപ്പിൾ എഡിറ്റിങ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ എക്സലിൽ കംഫർട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും എക്സലിലാണ് അത് ചെയ്യാൻ എളുപ്പമായിരിക്കുക. നമ്മൾ അതിനുവേണ്ടി നമുക്കൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഈ പ്രൊജക്റ്റിൽ ഇത് ഓൾറെഡി ഇൻ പ്രോഗ്രസ് പ്രൊജക്റ്റാണ്. ഞാൻ ഒരു പ്രൊജക്റ്റ് കോപ്പി ചെയ്ത് ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ട്യൂട്ടോറിയലിന് വേണ്ടി സെപ്പറേറ്റ് എടുത്താണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ആക്ടിവിറ്റി സ്റ്റാറ്റസ് നമുക്ക് അതുപോലെ ഇത് പ്രൊജക്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് മാറ്റണം. കാര്യം ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് സെയിം ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എനിക്ക് പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം. പക്ഷേ റിലേഷൻഷിപ്പ് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് തന്നെ വേറൊരു റിലേഷൻഷിപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ, ഇവിടെ മോസ്റ്റ്ലി ഈ എല്ലാ റിലേഷൻഷിപ്പും താഴെ നിന്ന് നോക്കിയാൽ ഫിനിഷ് ടു സ്റ്റാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് ക്രാഷ് ചെയ്യണം. അപ്പം ക്രാഷ് ചെയ്യുമ്പം ക്രിട്ടിക്കലായിട്ട് കാണിക്കുന്ന പ്രോജക്ട്സ് ആക്ടിവിറ്റീസ് റെഡ് കളറിൽ കാണിക്കുന്നത് ആക്ടിവിറ്റീസൊക്കെ ക്രിട്ടിക്കലാണ്. ഈ ആക്ടിവിറ്റീസ് സ്പെസിഫിക്കലി എനിക്ക് പ്രോജക്റ്റ് ക്രാഷ് ചെയ്യണമെങ്കിൽ ഈ ക്രിട്ടിക്കൽ പാത്തിൽ കിടക്കുന്ന ആക്ടിവിറ്റീസാണ് എനിക്ക് ക്രാഷ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എക്സലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പല റീസൺസിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് വരും. ഒന്ന്, റിലേഷൻഷിപ്പ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ലാഗ് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേ ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് പുതിയൊരു പ്രൊജക്റ്റ് റിലേഷൻഷിപ്പ് മാറ്റിക്കൊണ്ട് നമ്മൾ പ്രൊജക്റ്റ് ഒരു സാമ്പിൾ ചെയ്ത് നോക്കുകയാണ്. എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന റിലേഷൻഷിപ്പ് ഫിനിഷ് ടു സ്റ്റാർട്ട് മാറ്റിയിട്ട് എനിക്ക് എല്ലാം സ്റ്റാർട്ട് ടു സ്റ്റാർട്ടും അതിനോടൊപ്പം ലാഗും കൊടുക്കണം. ഓരോ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ഇവിടെ മാറ്റി സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള പ്രോജക്ട്സ് ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു പ്രോജക്റ്റിൽ ഞാൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാനിത് നോട്ട് സ്റ്റാർട്ടഡ് ആക്കി. ഇവിടെ സ്റ്റാറ്റസിൽ ആക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വൽ ലേബർ യൂണിറ്റ്സ് 386 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നോട്ട് സ്റ്റാർട്ടഡ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഈ കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻ പ്രോഗ്രസ് എന്ന ഇതിലേക്ക് ഫസ്റ്റ് ആക്ടിവിറ്റികൾ മാറ്റുക. ഇത് ഓരോ WBS നമ്മൾ സെപ്പറേറ്റ് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും
മുകളിലുള്ള ആക്ടിവിറ്റി. ഇവിടെ നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ ഓൾ ആക്ടിവിറ്റീസാണ് ഫിൽറ്ററിൽ കിടക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ ഓൾ ആക്ടിവിറ്റീസ് ഫിൽറ്റർ കൊടുത്ത ശേഷം ആക്ടിവിറ്റി സ്റ്റാറ്റസിൻ്റെ കോളം നമ്മളിവിടെ ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി സ്റ്റാറ്റസിൻ്റെ കോളം ആഡ് ചെയ്യണം. ഇത് ജനറൽ എന്ന് പറയുന്ന ലിസ്റ്റിലാണ് ആക്ടിവിറ്റി സ്റ്റാറ്റസ് വരിക. അവിടെ നമ്മൾ ആഡ് ചെയ്യുക. അതേപോലെ ആക്ടിവിറ്റി പെർസെൻറ്റേജ്, അതിവിടെ നമ്മൾ പെർസെൻറ്റ് കംപ്ലീറ്റ് ഇത് ആക്ടിവിറ്റി പെർസെൻറ്റേജ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പെർസെൻറ്റേജ് കംപ്ലീറ്റ് എന്നുള്ള ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി മാത്രം ഞാൻ ഇൻ പ്രോഗ്രസ് ആക്കിയിട്ട് കൺട്രോൾ എ കൊടുത്ത് ഇൻ പ്രോഗ്രസ് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ പോയിട്ട് അതേ സെയിം കോളത്തിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൺട്രോൾ നിൽക്കുന്നത് ഏത് കോളത്തിലാണെന്ന് നോക്കണം. കൺട്രോൾ എ ഡയറക്റ്റ് അടിച്ചാൽ ചിലപ്പോൾ ആ കോളത്തിൽ തന്നെ ആവണമെന്നില്ല. അതിനുശേഷം നമുക്ക് കൺട്രോൾ ഇ അല്ലെങ്കിൽ ഫിൽ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ആക്ടിവിറ്റീസിൽ മൈൽ സ്റ്റോൺ ഒഴികെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഇൻ പ്രോഗ്രസ് നൽകി. ഇവിടെ നമുക്ക് ചില ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. മൈൽ സ്റ്റോൺ ആയതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് നമുക്ക് ഡയറക്റ്റ് നോട്ട് സ്റ്റാർട്ട് ആക്കാം. ഇൻ പ്രോഗ്രസ് ഉള്ള ആക്ടിവിറ്റീസിൽ അത് നമുക്ക് ലാസ്റ്റ് നോട്ട് സ്റ്റാർട്ട് ആക്കാം. ഈ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് 100% എന്നുള്ളത് ഫസ്റ്റ് ആക്ടിവിറ്റി അതേപോലെ തന്നെ നമ്മൾ 0 ആക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ താഴെ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് കോളത്തിൽ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഇ അല്ലെങ്കിൽ ഫിൽ ഡൗൺ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺസ് അല്ലാത്ത, മൈൽ സ്റ്റോൺസ് എന്താണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. മൈൽ സ്റ്റോൺസ് അല്ലാത്ത ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഇവിടെ, ഇത് മൈൽ സ്റ്റോൺ ആണ്, ഇത് ഫിനിഷ് മൈൽ സ്റ്റോൺ ആണ്, ഇത് ഫിനിഷ് മൈൽ സ്റ്റോൺ ആണ്, ഇത് സ്റ്റാർട്ട് മൈൽ സ്റ്റോൺ ആണ്. ഇവിടെ ആക്ടിവിറ്റി ടൈപ്പ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാത്ത ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് 0 ആയിട്ട് ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇവിടെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏറ്റവും താഴെ പോയിട്ട് ആക്ടിവിറ്റി സ്റ്റാറ്റസിൻ്റെ നേരെ തന്നെ ലാസ്റ്റ് ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. വീണ്ടും ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഫസ്റ്റ് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റഡ് എന്നുള്ള ഇത് മാറ്റിയ ശേഷം വേണം ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ പോകേണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫിൽ ഡൗൺ പറയാം. സോറി, ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു. കംപ്ലീറ്റഡ് അല്ല കാണിക്കേണ്ടത്, നോട്ട് സ്റ്റാർട്ടഡിലേക്കാണ് മാറ്റുന്നത്. അതായത് ഇവിടെ നമ്മൾ 0 ആക്കിയ ശേഷം നോട്ട് സ്റ്റാർട്ടഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തുള്ള ഒരു ഈ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അണ്ടു അടിച്ചു കഴിഞ്ഞാൽ എത്ര അണ്ടു പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സെയിം പ്രൊസീജിയർ നമ്മൾ ആ പ്രൊസീജിയർ തെറ്റിച്ചുകൊണ്ടാണ് അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ 0%
എല്ലാം ഇൻ പ്രോഗ്രസ്സിലേക്ക് ആദ്യം മാറ്റിയ ശേഷം നമുക്ക് പെർസെൻറ്റേജ് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ ചെയ്യുകയാണ്. ഫുൾ ഡൗൺ കൊടുക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺ അല്ലാത്ത എല്ലാ ആക്ടിവിറ്റീസും മാറിയിട്ടുണ്ട്. മൈൽ സ്റ്റോൺ നോട്ട് സ്റ്റാർട്ടറിൽ മാറ്റിയത് മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് തന്നെ മാറി. ഇനി വീണ്ടും നമ്മൾ ഈ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റഡ് 0 ആക്കുക. ഇതെല്ലാം നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ അഡ്വാൻസ്ഡ് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഗ്ലോബൽ ചേഞ്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഗ്ലോബൽ ചേഞ്ച് ചെയ്താൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആണ് ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നത്. ഈ ഒരു മെത്തേഡാണ് സാധാരണ ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ മെത്തേഡ് ചെയ്യാറുള്ളൂ. ഗ്ലോബൽ ചേഞ്ച് വളരെ റിസ്ക്കിയാണ്. നമ്മൾ കോപ്പി എടുത്ത ശേഷം മാത്രമേ സാധാരണ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇൻ പ്രോഗ്രസ് പറഞ്ഞു. ഞാൻ അതിനുശേഷം ആക്ടിവിറ്റീസ് എല്ലാം ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് എല്ലാം 0 ആക്കി. ഇനി നമുക്ക് ഇവിടെ ഇൻ പ്രോഗ്രസ് എന്നുള്ള ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ നോട്ട് സ്റ്റാർട്ടഡ് ആക്കി ഓക്കെ പറഞ്ഞപ്പം വീണ്ടും സെയിം മെസ്സേജ് വന്നു. ആക്ച്വൽസ് എന്താണ് മെസ്സേജ് വരുന്നത് നോക്കുക. നോട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞപ്പോൾ cannot set status to not started if activity has actuals. ഈ ആക്ച്വൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ താഴെ സ്റ്റാറ്റസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലേബർ യൂണിറ്റ്സ് 386 എന്നോ അതേപോലെ തന്നെ ഡ്യൂറേഷന് 169 എന്നുള്ളതും എൻട്രി ആയിട്ടുണ്ട്. അപ്പം ഈ എൻട്രി ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് നോട്ട് സ്റ്റാർട്ട് ആക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളം കൂടെ ആഡ് ചെയ്യുക. നമുക്ക് ലേബർ യൂണിറ്റ്സ് അവിടെ ആ കോളത്തിൽ കൊണ്ടുവന്ന ശേഷം അത് 0 ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ലിസ്റ്റിൽ പോവുക. ഇതിൽ ലേബർ യൂണിറ്റ്സ് വരുന്ന ലിസ്റ്റ് നമ്മൾ എടുക്കുക. ലേബർ യൂണിറ്റ്സ് സാധാരണ ആക്ഷൻസ് ലിസ്റ്റ് പെർസെൻറ്റേജ് കംപ്ലീറ്റ്. ഇവിടെ ലേബർ യൂണിറ്റ്സ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ഇത് നമ്മൾ സെലക്ട് ചെയ്തു. അതേപോലെ ആക്ച്വൽ ഡ്യൂറേഷൻ എന്ന് പറയുന്ന കോളം ഡ്യൂറേഷൻസിൻ്റെ അകത്ത് പോവുക. ഡ്യൂറേഷൻസ് ആക്ച്വൽ ഡ്യൂറേഷൻ ഓക്കെ. ഇത് രണ്ടും നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു ആക്ടിവിറ്റി ഇവിടെ എല്ലാം 100% ലേബർ യൂണിറ്റ് പെർസെൻറ്റേജ് കാണിച്ചിരിക്കുന്നത് നമുക്ക് 0 ആക്കി കൊടുക്കുക. ഓക്കെ. ആക്ച്വൽ ഡ്യൂറേഷന് ഇവിടെ നമ്മൾ 0 ആക്കിയ ശേഷം സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. താഴെ പോയി ഫിൽ ഡൗൺ പറയുന്നു. ഓക്കെ. ആക്ച്വൽ ഡ്യൂറേഷൻ ലേബർ യൂണിറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ 0 ആക്കി കൊടുത്തു. ഇനി ആക്ച്വൽ ഡ്യൂറേഷൻ കംപ്ലീറ്റ് എന്നുള്ളത് നമുക്കിവിടെ ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്താണ് എന്നുള്ളത് നോക്കുക. സെപ്റ്റംബർ 1 ആണ് സ്റ്റാർട്ട് ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 1 മുമ്പുള്ള ഒരു ദിവസം നമ്മൾ ഡാറ്റ ഡേറ്റ് ആയിട്ട് കൊടുക്കുക. സെപ്റ്റംബർ 1, 2010 ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റ ഡേറ്റ്
ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രൊജക്റ്റ് ഷെഡ്യൂൾ പറയുമ്പോൾ ഇവിടെ (2010) ഞാനൊരു ജൂലൈ 1 സെലക്ട് ചെയ്യാണ്. അത് സെപ്റ്റംബറാണ്. അതിന് മുമ്പുള്ള ഏത് ദിവസം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷെഡ്യൂൾ പറയാം. Data date must be after latest plan start of all data open date. It must be on or after September 1. Okay, September 1 കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആക്ച്വൽസ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ആക്ച്വൽസിൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഓൾറെഡി ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലത്തെ ഒരു യെല്ലോ കളർ നമുക്ക് ഹൈലൈറ്റ് വരുവാണെങ്കിൽ ഈ ഹൈലൈറ്റ് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്കിവിടെ പ്രോഗ്രസ് സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ വ്യൂവിൽ ഇവിടെ പ്രോഗ്രസ് സ്പോട്ട്ലൈറ്റ് ഉണ്ടാവും, ഇത് ഓഫ് ചെയ്ത് വെക്കുക. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഓൾറെഡി പ്രോഗ്രസ്സിലുള്ള ഒരു പ്രൊജക്റ്റ് എടുത്ത് വെച്ച് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പം ഇത് ചേഞ്ചായി വരത്തില്ല. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് 0 ആക്കാൻ വേണ്ടി ആദ്യം ഇൻ പ്രോഗ്രസ് ആക്കി. അതിന് ശേഷം നമ്മൾ ഇൻ പ്രോഗ്രസ് എന്നുള്ളത് നോട്ട് സ്റ്റാർട്ടഡ് ആക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആക്ച്വൽസ് ഓൾറെഡി എൻ്റർ ആയിട്ടുള്ളത് കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിവിടെ നോക്കിയാൽ ഈ ആക്ച്വൽസ് ഇപ്പം നമ്മൾ 0 ആക്കിയപ്പോഴത്തേക്കും നേരത്തെ ഇവിടെ 382 മറ്റും ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാർട്ടഡ് എന്നുള്ളത് അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്നുള്ളത് നമുക്ക് നോട്ട് സ്റ്റാർട്ടഡ് ആക്കി മാറ്റണം. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് നോട്ട് സ്റ്റാർട്ടഡ് ആക്കി മാറ്റണോ? യെസ്. ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി ഇപ്പം മൊത്തം സെലക്ട് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. ഇത്ര ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് ഇതിൽ 3 എണ്ണം നോട്ട് സ്റ്റാർട്ടഡാണ്. അപ്പം ഞാൻ ഡയറക്റ്റ് ഫിൽ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 ഈ 3 പ്രാവശ്യം ഞാൻ യെസ് പറഞ്ഞാൽ മാത്രമേ അത് നോട്ട് സ്റ്റാർട്ടഡായിട്ട് മാറ്റത്തുള്ളൂ. ഇനി അതിന് നോട്ട് സ്റ്റാർട്ടഡായിട്ട് ഒറ്റയടിക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഗ്ലോബൽ ചേഞ്ചിലേക്ക് പോയിട്ട് നമുക്ക് നോട്ട് സ്റ്റാർട്ടഡാക്കി മാറ്റാം. 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഫിൽറ്റർ ചെയ്ത ശേഷം ഗ്ലോബൽ ചേഞ്ച് അപ്ലൈ ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് ഗ്ലോബൽ ചേഞ്ച് അപ്ലൈ ചെയ്യാം. ടൂൾസ് മെനുവിൽ ഗ്ലോബൽ ചേഞ്ച് പറയാം. ഞാൻ പുതിയൊരു ഗ്ലോബൽ ചേഞ്ച് ന്യൂ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആക്ടിവിറ്റീസ്, ഇവിടെ സബ്ജക്റ്റ് ഏരിയ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുക. ഗ്ലോബൽ ചേഞ്ചിന് ഒരു പേര് കൊടുക്കുക. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ടു നോട്ട് സ്റ്റാർട്ടഡ്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പേര് കൊടുക്കുന്നത്. പിന്നീട് ഈ ഗ്ലോബൽ ചേഞ്ച് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി. സോറി, ഇവിടെ നമ്മൾ ആക്ടിവിറ്റി സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാം. ഈക്വൽസ് ഇൻ പ്രോഗ്രസ്. അതേപോലെ നമുക്ക് മൈൽ സ്റ്റോൺ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ ഒരു
ഇതുകൂടെ കൊടുക്കുക. ഇൻ പ്രോഗ്രസ് ഓറാണ്. ഇവിടെ ആൻഡാണ് വന്നിരിക്കുന്നത്. ഈ ആൻഡ് നമുക്ക് ഓറാക്കണമെങ്കിൽ നമ്മൾ ഈ ഓൾ ഓഫ് ദ ഫോളോയിങ് എന്നുള്ളത് മാറ്റിയിട്ട് എനി ഓഫ് ദ ഫോളോയിങ് ഓർ ആക്ടിവിറ്റി സ്റ്റാറ്റസ്, വീണ്ടും ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഈക്വൽസ് കംപ്ലീറ്റഡ്. അപ്പം നമുക്ക് എല്ലാം നോട്ട് കംപ്ലീറ്റഡ് ആക്കാൻ വേണ്ടിയാണ് ഇൻ പ്രോഗ്രസ് ഉള്ളതും കംപ്ലീറ്റഡ് ഉള്ളതും. ഇതിനു മുമ്പ് നമ്മൾ ഗ്ലോബൽ ചേഞ്ച് കൊടുക്കാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്ലോബൽ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. അതുകൊണ്ടാണ് ഗ്ലോബൽ ചേഞ്ച് നമ്മൾ കൊടുക്കാതെ ഡയറക്റ്റ് കോളംസ് ആഡ് ചെയ്തിട്ട് ആദ്യം ചേഞ്ച് ചെയ്ത ശേഷം ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ റീസണാണ് ഞാൻ കാണിച്ചു തന്നത്. ഇവിടെ ആഡ് പറയുക, ഇവിടെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഇസ് ഈക്വൽ ടു നോട്ട് സ്റ്റാർട്ടഡ് ആക്കുക. ഓക്കെ, ഈ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏരിയയിൽ നമുക്ക് ഈ ഗ്ലോബൽ ചേഞ്ച് യൂസ് ചെയ്യണം. ചേഞ്ച് ടു നോട്ട് സ്റ്റാർട്ടഡ് ആക്കണം. ഏതൊക്കെ ആക്ടിവിറ്റി ആണെന്നുള്ളത് ഫിൽട്ടർ ചെയ്യുക. ഇഫ് ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഈക്വൽസ് ഇൻ പ്രോഗ്രസ്, ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് ആയിട്ട് കിടക്കുന്നതും അല്ലെങ്കിൽ ആക്ടിവിറ്റി സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുന്നതും, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ എനി ഓഫ് ദ ഫോളോയിങ്, രണ്ട് ഇപ്പോൾ ഒരുമിച്ച് വരില്ല. ഇപ്പം നമ്മൾ ആൻഡ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഗ്ലോബൽ ചേഞ്ച് ഓൾ ഓഫ് ദ ഫോളോയിങ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാൻഡ് എന്ന് വരും. ഈ ഗ്ലോബൽ ചേഞ്ച് വർക്ക് ചെയ്യത്തില്ല, എറർ ആണെങ്കിൽ എനി ഓഫ് ദ ഫോളോയിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്? ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഇക്വൽ ടു നോട്ട് സ്റ്റാർട്ടഡ്. അല്ലാത്തതിന് എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് എൽസ് എന്ന് പറയുന്ന കണ്ടീഷന്, അപ്പോൾ നിങ്ങൾ എക്സലിൽ പഠിക്കുന്ന ഇഫ് ദെൻ എൽസ്, അപ്പോൾ ഇഫ് ട്രൂ എന്നുള്ളതിന് പകരം ഇഫ് ദെൻ, ഇഫ് ഫാൾസ് എന്ന് വരുന്നിടത്ത് എൽസ്. ഇതാണ് കാര്യം. പിന്നെ നമ്മൾ ഇവിടെ ചേഞ്ച് പറയുക. ചേഞ്ച് പറയുമ്പം നമുക്ക് ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് കാണിച്ചു തരും. ഇവിടെ കാണാം കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിന് നോട്ട് സ്റ്റാർട്ടഡ് ആക്കുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ വരുമ്പോൾ നമുക്ക് നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. നമ്മളവിടെ ഫിൽറ്റർ കൊടുത്തു, അതിൻ്റെ അകത്ത് ഇൻ പ്രോഗ്രസും കംപ്ലീറ്റഡും ഓൾഡ് വാല്യൂ കിടക്കുന്നതിന് ന്യൂ വാല്യൂ നോട്ട് സ്റ്റാർട്ട് ആക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ കമ്മിറ്റ് ചേഞ്ചസ് പറയാം. വൺസ് കമ്മിറ്റ് ചേഞ്ചസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതിലെന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ക്യാൻസൽ ചേഞ്ചസ് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ മുകളിലുള്ള ഒരാൾക്ക് സാറേ ഈ ഗ്ലോബൽ ചേഞ്ച് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ഇങ്ങനെ മാറ്റാനുണ്ട് എന്നുണ്ട്, അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഫയലായിട്ട്, ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് അത് നമുക്ക് ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് കളയും. സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് അവിടെ സേവായി. ഇത് ക്യാൻസൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും ഈ ഗ്ലോബൽ ചേഞ്ച് റൺ ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റ് ചേഞ്ചസ് പറയും. ഇപ്പോൾ ഓൾറെഡി ആ ചേഞ്ചസ് കമ്മിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ പറയുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും നോട്ട് സ്റ്റാർട്ടറിലേക്ക് മാറി. ഇനി നമുക്ക് പ്രോജക്റ്റ് ഷെഡ്യൂൾ വീണ്ടും ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സെപ്റ്റംബറിലേക്ക് പ്രോജക്റ്റ് ഷെഡ്യൂൾ കൊടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കണം. ഓക്കെ, ഇതിൻ്റെ ഒറിജിനൽ റിലേഷൻഷിപ്പ് എന്താണ് കൊടുത്തിരിക്കുന്നത് അത് പ്രകാരം ഇപ്പോൾ പ്രോജക്റ്റ് ഷെഡ്യൂളായിട്ടുണ്ട്. പ്രോജക്റ്റിൻ്റെ ഒറിജിനൽ ഡ്യൂറേഷൻ 602 ആണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ ഒന്നും മാറ്റാൻ പറ്റില്ല. എനിക്ക് 21 days തന്നെ എക്സ്കവേഷൻ വേണം. അതേപോലെ തന്നെ ഇപ്പോൾ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ വാൾസ് 21 days വേണം. അപ്പോൾ എനിക്ക് ഈ ആക്ടിവിറ്റീസിൻ്റെ ഒന്നും ഡ്യൂറേഷൻ മാറ്റാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഈ 600 ദിവസം എന്നുള്ള ഡ്യൂറേഷന്
എനിക്ക് 550 അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് കൊണ്ടുവരണം. അതിനെനിക്ക് സാധിക്കുന്നത് 2-3 രീതിയിൽ സാധിക്കും. ഒന്ന്, ക്രിറ്റിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ മാത്രം ഡ്യൂറേഷൻ കുറച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ ക്രിറ്റിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ മാത്രം ഡ്യൂറേഷൻ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് കുറച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ സെറ്റ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫാബ്രിക്കേറ്റ് ആൻഡ് ഡെലിവർ ഹീറ്റ് പമ്പ് ആൻഡ് കൺട്രോൾസ് എന്നതിലാണ്. സെറ്റ് ഹീറ്റ് പമ്പിന് 11 ദിവസം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റ് ആൻഡ് ഡെലിവർ ഹീറ്റ് പമ്പ് ഡ്യൂറേഷൻ 370 ആണ്. എനിക്ക് 11 ഡേയ്സ് ഹീറ്റ് പമ്പ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഡെലിവറി ആയില്ലെങ്കിൽ പോലും പമ്പിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളും അല്ല അതിൻ്റെ നട്ടുപോട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ആണെന്ന് സപ്പോസ് നമുക്ക് 100% മറ്റേ ആക്ടിവിറ്റി തീരണ്ട, അല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഇവിടുത്തെ റിലേഷൻഷിപ്പ് എനിക്ക് ഫിനിഷ് ടു സ്റ്റാർട്ട് എന്നുള്ളത് ഒന്നുകിൽ എനിക്ക് സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാക്കി മാറ്റണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മൈനസ് ലാഗ് ഇട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സെറ്റ് ഹീറ്റ് പമ്പിന് ഫാബ്രിക്കേറ്റ് ആൻഡ് ഡെലിവർ ഹീറ്റ് പമ്പാണ്. അതിൻ്റെ ഫിനിഷ് ടു സ്റ്റാർട്ട് ആണ് ഇതിൻ്റെ ക്രിറ്റിക്കൽ റിലേഷൻഷിപ്പായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് പാത്ത് കണ്ടാൽ അറിയാം. ഞാൻ ഇതിൻ്റെ പ്രെഡസസറായിട്ടുള്ള ഈ ആക്ടിവിറ്റിയിൽ ഞാനൊരു -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഡേറ്റ് 6th ഓഗസ്റ്റ് ആണ്. അത് 2nd ഓഗസ്റ്റായിട്ട് ഡേറ്റ് മാറി. ഇവിടെ 6th ഓഗസ്റ്റ് -2 കൊടുത്തു, അപ്പം ഇത് 2nd ഓഗസ്റ്റായിട്ട് മാറി. അപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ 11 ദിവസം സെറ്റ് ഹീറ്റ് പമ്പ് എന്നുള്ളതിൻ്റെ ഡ്യൂറേഷൻ മാറിയിട്ടില്ല. അതേസമയം നമ്മുടെ ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ ആ -2 വന്ന ലാഗ് 600 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് ഇത് എനിക്ക് 1-2 ദിവസം കുറയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ക്രിറ്റിക്കലായിട്ടുള്ള ഒരു 3-4 ആക്ടിവിറ്റിയിൽ മാത്രം ചേഞ്ച് ചെയ്യാനോ ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്സലിലേക്ക് മാറ്റേണ്ട കാര്യം ഇല്ല. അതേസമയം എനിക്ക് എല്ലാ ആക്ടിവിറ്റിയും എനിക്ക് നല്ലൊരു ഡിഫറൻസ് വേണം ഈ ഡ്യൂറേഷനിൽ. എനിക്ക് യാതൊരു കാരണവശാലും 600ലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ആക്ടിവിറ്റീസിൽ മാറ്റണം. ഈ റിലേഷൻഷിപ്പ് ഫിനിഷ് ടു സ്റ്റാർട്ട് ചെയ്യുന്ന മാറ്റി ഇതിൻ്റെ ലാഗ് -1 ആയിട്ടും -2 ആയിട്ടൊക്കെ കൊടുക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് ഇവിടെ ലാഗ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു ടീഡിയസ് വർക്കാണ്, ഒരുപാട് ടൈം പോകും. അതിന് നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ലെങ്തായിട്ട് വരുന്നത്. ഇത് ചെയ്യുമ്പം നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് വൺസ് ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനി ഞാനിത് 0 ആക്കി തന്നെ വെക്കുകയാണ്. നമുക്ക് റെഫറൻസിന് വേണ്ടി നമ്മൾ 1-2 ആക്ടിവിറ്റി നോട്ട് ചെയ്ത് വെച്ചേക്കുക. സെറ്റ് ഹീറ്റ് പമ്പ് 1650 ആണ്. അതേപോലെ ക്രിറ്റിക്കലല്ല. ഓക്കെ, ഇവിടെ അവാർഡ് കോൺട്രാക്ട് ഫോർ ഹീറ്റ് പമ്പ് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ.
1650 എന്നുള്ള ആക്ടിവിറ്റി നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനിയും നമ്മൾ ഇത് ഒന്ന് സാമ്പിൾ എങ്ങനെയാണ് എക്സലിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ഇവിടെ ഫയല്, എക്സ്പോർട്ട്, ഈ എക്സ്പോർട്ടിൻ്റെ അകത്ത് സ്പ്രെഡ്ഷീറ്റ്. ശരിക്കും എക്സൽ എന്നുള്ളതല്ല കൺസെപ്റ്റ്, ശരിക്കും എക്സൽ എക്സ് എന്ന് പറയുന്ന സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ഈ ഫോർമാറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാനും തിരിച്ചിതിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഇവിടെ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പോർട്ട് ടൈപ്പ്. ഇതിൽ നമുക്ക് ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്, ഇത് രണ്ടും സെലക്ട് ചെയ്യുക, ബാക്കിയൊന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പറയുക. ഇവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ട പ്രൊജക്റ്റിൻ്റെ നെയിം കറക്റ്റ് ആണോ നോക്കുക. ഒന്നിലധികം പ്രൊജക്റ്റ് ഓപ്പൺ ആണെങ്കിൽ എല്ലാം കാണിക്കുക, അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രൊജക്റ്റ് മാത്രം ആ സമയത്ത്, ഇവിടെ ഒരു പ്രൊജക്റ്റേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നിടത്ത് ഞാൻ എക്സ്പോർട്ട് റിലേഷൻഷിപ്പിൽ ഞാൻ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു ആഡ് പറയുക. ആഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ടെംപ്ലേറ്റിൻ്റെ ഫോർമാറ്റ് കയറി വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം സാമ്പിൾ എക്സ്പോർട്ട്, സബ്ജക്റ്റ് ഏരിയ ആക്ടിവിറ്റീസ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ആക്കി മാറ്റുക. ആക്ടിവിറ്റി റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കേണ്ടത് പ്രെഡിസസർ, സക്സസർ, അതേപോലെ റിലേഷൻഷിപ്പ് ടൈപ്പ്, ലാഗ്, ഇത്രയും നമുക്ക് റിലേഷൻഷിപ്പ് ടൈപ്പും ലാഗും നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ഇതൊക്കെ ശരിക്കും ആവശ്യമില്ല, പക്ഷെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കേസിൽ ആവശ്യമില്ല. ഇത് എക്സലിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതും കൂടുതലും വെക്കുകയാണ്, അൺസെലക്ട് ചെയ്യുന്നില്ല. അതുപോലെ ഡ്യൂറേഷൻസ്, ഫ്രീ ഫ്ലോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കാണുന്ന എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യാം. ഇവിടെ തന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പാണ് ഫിൽട്ടർ വരുന്നത്. ഇവിടെ നമുക്ക് പുതിയൊരു ഫിൽട്ടർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് പറയുക. എന്നിട്ട് ഞാൻ ക്രിട്ടിക്കൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇസിക്കൽ ടു യെസ് എന്ന് പറയുന്ന ഫിൽട്ടർ ഒക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ എക്സ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇത് ആവശ്യമുണ്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഓൾ ആക്ടിവിറ്റീസ് തന്നെ കൊടുത്തു. സോർട്ട് വേണമെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഇപ്പം കോളംസ് മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കോളംസ് ചെക്ക് ചെയ്തു. ഈ സാമ്പിൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുമ്പം സാമ്പിൾ എക്സ്പോർട്ട് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെംപ്ലേറ്റ് വേണം സെറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ ഈ ഫിൽട്ടർ ഓൺ ആക്കിയിട്ടിട്ട് വേറൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. ഇപ്പം ഓക്കെ, ഇപ്പം നമ്മൾ സാമ്പിൾ എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. ഇനി ഓൾറെഡി എക്സിസ്റ്റിങ് ഇപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ മോഡിഫൈ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ സൈഡായിട്ടുള്ള ഓപ്ഷൻസാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ഫയലിൻ്റെ പാത്ത് കാണിക്കും. ഇവിടെ ഇത് ഡിഫോൾട്ടായിട്ട് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് പോകുന്നത് യൂസറിൻ്റെ അകത്ത്. എനിക്കിത് ഡെസ്ക്ടോപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ചേഞ്ച് ചെയ്തു. എനിക്കിഷ്ടമുള്ളൊരു പേര് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം.
എക്സ്പോർട്ട് ടുഡേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഫയൽസ് ടൈപ്പ് എക്സൽ ഫയൽ ഓപ്പൺ. നെക്സ്റ്റ് പറയുക, കാണിച്ചു തരും നമുക്ക് എക്സ്പോർട്ട് ഫയൽ ഏതാണ്. ഡെസ്ക്ടോപ്പിൽ എക്സ്പോർട്ട് ടുഡേ ഡോട്ട് XLS എന്നുള്ള ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് വാസ് സക്സസ്ഫുൾ, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ടുഡേ എന്നാണ് നമ്മുടെ ഫയൽ, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയലിന് പേര് കൊടുത്താൽ ആ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് 3 ഷീറ്റ് നമുക്ക് താഴെ കാണാൻ പറ്റും. ഒരു ടാസ്ക് എന്ന് പറയുന്ന ഒരു ഷീറ്റ് കാണാം. അതിൽ ആക്ടിവിറ്റി ID, ആക്ടിവിറ്റി സ്റ്റാറ്റസ്, WBS ID, ടാസ്ക് നെയിം ഇതൊക്കെ കാണിക്കും. ഇതിലൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ നെയിമോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ അല്ലയോ എന്ന് നമ്മളുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഈ സ്റ്റാർ മാർക്ക് ഉള്ളതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സ്റ്റാർ മാർക്ക് ഇല്ലാത്തതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റി ID, സ്റ്റാറ്റസ്, WBS കോഡ് ഇതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് താഴത്തെ ഷീറ്റിൽ ടാസ്ക് PRED പ്രെഡസസർ എന്നുള്ള ഇത് വരും. ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നമ്മൾ അവിടെ ആഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ലാഗ് 0 കിടക്കുന്നത് കോളം. ഒരു കാരണവശാൽ ഈ മുകളിൽ ഈ 2 റോസിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ അതേപോലെ ഈ പ്രൊജക്റ്റ് IDയിൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള കോളം മാത്രം ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ടാസ്ക് നെയിമിൽ നമ്മൾ 1-2 ടാസ്ക് സെലക്ട് ചെയ്യുക, നോക്കുക ഏതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ എല്ലാം മാറ്റേണ്ട കാര്യമില്ല. ഇപ്പോൾ സെറ്റ് ഹീറ്റ് പമ്പ് എന്നുള്ള ഈ ഒരു ടാസ്കിൻ്റെ അകത്ത് ആണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് പ്രെഡസസർ ടാസ്കിൻ്റെ നെയിമാണ്. WBS നമ്മൾ ആക്ടിവിറ്റിയുടെ സക്സസർ. പെർട്ടിക്കുലർ ഒരു ആക്ടിവിറ്റി തന്നെ മാറ്റേണ്ടതുകൊണ്ട് നമ്മളിത് നോക്കിയിട്ട് സെറ്റ് ഹീറ്റ് പമ്പ് ഇതിൻ്റെ പ്രെഡസസർ ആക്ടിവിറ്റി 1650 നോട്ട് സ്റ്റാർട്ടഡ്. ഇവിടെ ഫിനിഷ് ടു സ്റ്റാർട്ടാണ് പ്രെഡസസറിൻ്റെ റിലേഷൻഷിപ്പ് ടൈപ്പ് കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാക്കി നമുക്ക് മാറ്റേണ്ടത്.
ഇപ്പോൾ നമ്മളത് സ്റ്റാർട്ടാക്കി SSM കൊടുക്കുന്നു. ഓക്കെ. അതേപോലെ ഇതിന് നമ്മൾ ലാഗ് 0 ആണ് എടുക്കുന്നത്. ഞാനതൊരു 20 ദിവസം ലാഗും കൊടുക്കുന്നു. സെറ്റ് ഹീറ്റ് പമ്പിൻ്റെ അകത്ത് ഇതിന് 2-3 പ്രൊസസ്സർ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഫിൽട്ടർ ഓപ്ഷൻ കൊടുക്കുക. സെറ്റ് ഹീറ്റ് പമ്പ്. ഓക്കെ. ഇതിൽ പ്രൊസസ്സർ നമ്മൾ നോക്കി വെച്ചായിരുന്നു. സെറ്റ് ഹീറ്റ് പമ്പ് പ്രൊസസ്സർ ആക്ടിവിറ്റി നെയിം ടാസ്ക് ID, ഹീറ്റ് പമ്പിൻ്റെ ടാസ്ക് ID EC1650. ഓക്കെ. ഇതിൽ ഇതാണ് ഫാബ്രിക്കേറ്റ് ആൻഡ് ഡെലിവർ ഹീറ്റ് പമ്പ് ആൻഡ് കൺട്രോൾസ്. പ്രൊസസ്സറായിട്ട് വരുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കി വെച്ചിരുന്നത്. ഇത് ഞാൻ സ്റ്റാർട്ടായിട്ട് മാറ്റി. ഇതിലൊരു ലാഗ് നോക്കിക്കോണം. ഇവിടെ മേളിലൊരു ചെറിയ സിംഗിൾ കോഡ്സ് ഉണ്ട്. നമ്മൾ ഈ മാറ്റുമ്പോൾ സിംഗിൾ കോഡ്സ് കളയരുത്. കാര്യം തിരിച്ചിത് ന്യൂമറിക്കലായിട്ടല്ല പോകുന്നത്. അപ്പോൾ എക്സൽ ചെയ്യുമ്പോൾ നമ്മൾ കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്നുള്ള കാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഈ കോഡ്സ് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ട ലാഗ് ഞാനൊരു 25 ശരിക്കും ആക്ടിവിറ്റി എത്ര ആയിരുന്നു വന്നിരുന്നത് നോക്കുക. 370 ദിവസം. അപ്പോൾ സ്റ്റാർട്ട് എനിക്ക് 365 ദിവസം കൊടുത്താൽ മതി. ഞാൻ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാണ്. 365 ദിവസം ലാഗ്. ഓക്കെ. അതിനുശേഷം
ഫിൽറ്റർ ഗൂഗിൾ കൊടുത്ത് ഓക്കെ പറയുന്നു. ഫിൽറ്റർ ഓഫ് ചെയ്യുക. ഓക്കെ, ഈ ഫയൽ സേവ് പറയാം. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ പ്രൊജക്റ്റിലെത്തുക. പ്രൊജക്റ്റിലെത്തിയിട്ട് ഇമ്പോർട്ട് പറയാം. ഇമ്പോർട്ടിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഫയല്, നമ്മൾ ഏത് ഫയലാണോ നമ്മൾ ഈ ഒരു ഫയലാണ് എക്സ്പോർട്ട് ടു എന്നുള്ള ഫയൽ ഓപ്പൺ പറയുക. നെക്സ്റ്റ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ്, ഫയൽ നെയിം ഇമ്പോർട്ട് ടു എന്നുള്ളതിന് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ പേരെന്താണ്, ഹൈറ്റാൻ കോർപ്പറേറ്റ് പ്രാക്ടീസ് EC 501-1 ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പറയാം. ഇവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് പറയുക, ഫിനിഷ് ചെയ്യുക. നമ്മളവിടെ മിസ്റ്റേക്ക് ഒന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ക്ലോസ് ചെയ്യുക. നമ്മളൊരു ആക്ടിവിറ്റി മാത്രം മെയിനായിട്ട് ചേഞ്ച് ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ആക്ടിവിറ്റിയുടെ റിലേഷൻഷിപ്പ് പ്രിഡസസർ നമ്മൾ മാറ്റിയിരുന്നു. ഫാബ്രിക്കേറ്റ് ആൻഡ് ഡെലിവർ പമ്പ് നമ്മൾ റിലേഷന് ഇവിടെ സ്റ്റാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. 365 ദിവസമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റ് 602. ഇത് നമ്മളിനി ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. 612 കൂടിയിട്ടുണ്ട് ഡേറ്റ്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തത് അതിൻ്റെ ഡ്യൂറേഷനേക്കാൾ കൂടുതൽ ദിവസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സെറ്റ് ഹീറ്റ് പമ്പിന് 11 ദിവസമാണ്, 370 ദിവസം. ഓക്കെ, സ്റ്റാർട്ട് ഡേറ്റ് 6-ാം തീയതി. സ്റ്റാറ്റസ് ഇതിൽ ചേഞ്ച് വരാത്തതിന് കാരണം ഇതിൻ്റെ പ്രെഡസസർ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാത്തിലും ബിൽഡിംഗ് എൻക്ലോസ്ഡ്, അതേപോലെ തന്നെ ഇൻസുലേറ്റഡ് ഡക്ട്സ്, ഇതൊക്കെ ഏതാണെന്ന് നോക്കുക. മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ട് കണ്ടോ. ഇൻസുലേറ്റഡ് ഡക്ട്സ് ഒക്കെ ഫിനിഷ് സ്റ്റാർട്ടാണ് ഓൾറെഡി കിടക്കുന്നത്. അതിൻ്റെ എൻഡ് ഡേറ്റ് നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6 ഓഗസ്റ്റിൽ വരുന്നു. ഇതിൻ്റെ ലാഗ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാറിയിട്ടില്ല. അതിന് കാരണം ഇൻസുലേറ്റഡ് ഡക്ട്സ് എന്ന് പറയുന്നതിൻ്റെ എൻഡ് ഡേറ്റ് February 10 ആണ്. ബിൽഡിംഗ് എൻക്ലോസ്ഡ് അതിൻ്റെ എൻഡ് ഡേറ്റ് 6 February ആണ്. ഓക്കെ,
ഇതിന് മൾട്ടിപ്പിൾ പ്രൊസസ്സർ ഉള്ളതുകൊണ്ടാണ് ഇതിനൊന്നും മാറ്റിയിട്ടില്ല. നമ്മൾ ഇതൊക്കെ ഫിനിഷ്ഡ് സ്റ്റാർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഫിനിഷ്ഡ് സ്റ്റാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡേറ്റ് പുറയിലേക്ക് വരാത്തത്. പക്ഷെ നമ്മൾ ലാഗ് കൊടുത്തത് കൃത്യമായിട്ട് ലാഗ് തന്നെ കാണിക്കുന്നുണ്ട്. ഫാബ്രിക്കേറ്റ് 370 ഒറിജിനൽ ഡ്യൂറേഷൻ നമുക്ക് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. ഇവിടെ ഒരു ഫിനിഷ്ഡ് സ്റ്റാർട്ട് അഡീഷണൽ ഒരു റിലേഷൻഷിപ്പ് കിടപ്പുണ്ട്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഇത് SS കയറി വന്നു. ഇത് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തപ്പം ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് 365 എന്നുള്ള ഡേറ്റ് ഓക്കെ. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഫിനിഷ്ഡ് സ്റ്റാർട്ട് കൂടെ ഇതിൽ വന്നിരുന്നു. സ്റ്റാർട്ടും ഫിനിഷ്ഡ് സ്റ്റാർട്ട് 2 കണ്ടീഷൻ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇതും ചേഞ്ച് ആവാതിരുന്നത്. ഇപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ട്. 10 ഫെബ്രുവരിയിൽ തീരുന്നു. നമ്മൾ ലാഗ് കൊടുത്തിരുന്നത് 365 370 ദിവസം. ഇപ്പോൾ 6 ഫെബ്രുവരി 6 ഓഗസ്റ്റ്. ഇപ്പം ഫിനിഷ് ചെയ്യുന്ന ഡേറ്റ് 13 ഓഗസ്റ്റിന് ഫിനിഷ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് 6 ഓഗസ്റ്റ് കൂടെ 11 ദിവസം, അതിൽ നിന്ന് 11ൽ നിന്ന് ഈ 365 എന്നുള്ളത് വരുമ്പോഴത്തെ 5 ദിവസം പോയിട്ട് ബാക്കി 6 ദിവസം. അപ്പോൾ 6 ഓഗസ്റ്റ് പ്ലസ് 6 ഡേയ്സ്, അങ്ങനെയാണ് കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ നമ്മൾ എന്തുകൊണ്ടാണ് വന്നത്, ഇത് നമ്മൾ ഇതേപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഗ്ലോബൽ ചേഞ്ചൊക്കെ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ ഒരുപാട് 5000 10,000 ഒക്കെ ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രോഗ്രാമിൽ ഈ ചേഞ്ചസ് ചെയ്യുമ്പം ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്ത് പഠിച്ച ശേഷമേ വലിയ പ്രോജക്ട്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പം തന്നെ ഇവിടെ അഡീഷണലായിട്ട് ഈ സെറ്റ് ഹീറ്റ് പമ്പിന് ഇവിടെ സ്റ്റാർട്ട് അല്ലാതെ ഒരു ഫിനിഷ്ഡ് സ്റ്റാർട്ട് റിലേഷൻഷിപ്പ് കൂടെ ഓൾറെഡി വന്നു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, ഇത് നമ്മൾ എക്സലിൽ കൊണ്ടുപോയി മാറ്റിയിട്ട് തിരിച്ചു വന്നപ്പം ആ ഫിനിഷ്ഡ് സ്റ്റാർട്ട് റിലേഷൻഷിപ്പ് ഡിലീറ്റ് ആയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഡിലീറ്റ് ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം അത് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പോൾ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ലാഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ നോക്കിയിപ്പം ഇനി അതേ ലാഗ് തന്നെ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഞാനൊരു സിംഗിൾ ആക്ടിവിറ്റി മാത്രം ചെക്ക് ചെയ്ത് കാണിച്ചതിന് കാരണം ഡ്യൂറേഷൻ, ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. ഇപ്പം 607, ഇത് 607 തന്നെ ഞാൻ ഇത് ലാഗ് കുറച്ച് 360 കുറച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് പമ്പ് 6 ഓഗസ്റ്റിന് തന്നെ, അതായത് ഡെലിവറി ചെയ്യുന്ന അതേ ദിവസം തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പം പ്രോജക്റ്റ് ഡ്യൂറേഷൻ 602 കുറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ലാഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിൽഡിംഗ് എൻക്ലോസ്ഡ് ഫിനിഷ്ഡ് സ്റ്റാർട്ട്, അതിന് ഞാനൊരു നെഗറ്റീവ് ലാഗ് കൊടുത്തു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ 2 ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ ഡ്രൈ വാൾ ഇൻ ഓഫീസസിന് 2 ആക്ടിവിറ്റി ഉണ്ട്. ബിൽഡിംഗ് എൻക്ലോസ്ഡും ഉണ്ട്, റഫ് ഇൻകംപ്ലീറ്റും ഉണ്ട്. ഇത് രണ്ടിനും കൊടുക്കേണ്ടി വരും ലാഗ്, മൈനസ് ലാഗ് കൊടുക്കേണ്ടി വരും. അപ്പം ഇവിടെ ഞാൻ ബിൽഡിംഗ് എൻക്ലോസിന് -2 കൊടുത്തു. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ശരിക്കും ക്രിറ്റിക്കലിൽ വരുന്നില്ല. അപ്പോൾ ഇവിടെ ക്രിറ്റിക്കലായിട്ട് പോയേക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് റീലൊക്കേറ്റ് HVAC ചില്ലർ. ഈ റിലേഷൻ പോയിരിക്കുന്നത് ഈ റിലേഷനാണ്. ഇൻസ്റ്റാൾ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിംസ്. ഓക്കെ, ഇപ്പോൾ റഫ് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ പാത്തിലാണ് വരുന്നതിൽ -2 നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഡ്യൂറേഷനിലും മാറ്റം ഉണ്ടായിരിക്കും. അതെ, -2 കറക്റ്റായിട്ട് -2 600. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ചേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ആക്കിയെന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയത്തില്ല. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയണമെങ്കിൽ എപ്പോഴും നമ്മുടെ ക്രിറ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ് ഡ്യൂറേഷൻ അതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന്, ചില സമയത്ത് ഇവിടെ ഇപ്പം ഈ സൈറ്റ് പ്രിപ്പറേഷൻ ആക്ടിവിറ്റീസ് ഒന്നും ക്രിറ്റിക്കലല്ല. അത് ക്രിറ്റിക്കലല്ലാതാവാൻ കാരണം നമ്മളിവിടെ ഫ്ലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഡ്യൂറേഷന് ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ക്രിറ്റിക്കൽ അല്ലാത്ത ആക്ടിവിറ്റി നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 112 ദിവസത്തെ ടോട്ടൽ ഫ്ലോട്ട് ഈ സൈറ്റ് പ്രിപ്പറേഷന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കാം. ബിഗിൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട്, അതായത് ഈ മൈൽസ്റ്റോൺ സ്റ്റാർട്ടാണ് ഇതിൻ്റെ. ഞാൻ മൈൽസ്റ്റോണിന് ഉള്ള പ്രൊഡ്യൂസർ റിവ്യൂ ആൻഡ് അപ്രൂവ് ഡിസൈൻസാണ്. ഈ സൈറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസം ഇത് 112 ദിവസം വരെ ഡിലേ ആയാലും നമ്മുടെ ക്രിറ്റിക്കലായിട്ട് നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലാഗ്, സപ്പോസ് സൈറ്റ് പ്രിപ്പറേഷന് ഞാൻ 112 ദിവസം ലാഗ് കൊടുത്തു. ഇപ്പോൾ ഈ ടോട്ടൽ കാര്യം എല്ലാം ക്രിറ്റിക്കലിലേക്ക് മാറി. നമ്മുടെ ഒറിജിനൽ ഡ്യൂറേഷൻ 600 തന്നെയാണ്. പക്ഷെ നമ്മുടെ സൈറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 112 ദിവസം ലാഗാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഷെഡ്യൂൾ ക്രാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എത്ര ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ മനസ്സിലാക്കുന്നത് ഫ്ലോട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഫ്ലോട്ട് ഉള്ള ഫൗണ്ടേഷൻ ഫേസ് കംപ്ലീറ്റ് ഇവിടെ 295 ഡേയ്സ് ഫ്ലോട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കൊടുത്തേക്കുന്ന റിലേഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കുക, ശരിക്കും ഫൗണ്ടേഷൻ ഫേസ് കംപ്ലീറ്റഡിൻ്റെ 11 നവംബർ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി ഇത്രയും ഫ്ലോട്ട് ഉണ്ടോ, 295 ഡേയ്സിൻ്റെ ഫ്ലോട്ട് ഉണ്ടോ, അത് ആലോചിക്കുക. അതിൻ്റെ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുക. ബാക്ക് ഫിൽ ആൻഡ് കോമ്പാക്റ്റ് വാൾസ്, ഇതാണ് അതിന് മുമ്പുള്ളത്. ആ റിലേഷൻഷിപ്പിൽ പോവുക. അത് ക്രിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. 11 നവംബറിൽ ഫിനിഷ് ആവത്തുള്ളൂ.
ഇതിന് ശേഷം സക്സസർ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് 295 ഡേയ്സ് കാണിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ സൈറ്റ് പ്രിപ്പറേഷന് കൊടുത്തു, അതിൻ്റെ സക്സസർ എക്സ്കവേഷനാണ്. ഇത് ഞാൻ വീണ്ടും ലാഗ് 0 തന്നെ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും 112 ദിവസം ഫ്ലോട്ട് കാണിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് വെച്ചാൽ ഇത് ലോജിക്കലി കറക്റ്റ് അല്ല. അപ്പോൾ ഈ ഒരു ലിങ്കിൽ എവിടെയോ നമ്മളുടെ ലിങ്ക് മിസ്സായിട്ടുണ്ട്. ആ ലിങ്ക് മിസ്സായിരിക്കുന്നത് ശരിക്കും ഈ ഒരു ഫൗണ്ടേഷൻ ഫേസ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് താഴെയുള്ള ഒരു ആക്ടിവിറ്റിയായിട്ടും റിലേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവിടെ അത്രയും ഫ്ലോട്ട് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ട്രക്ചർ ഈ ഒരു ഇതിൽ 1-2 ആക്ടിവിറ്റിക്ക് എവിടെയോ റിലേഷൻഷിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലോ മറ്റോ റിലേഷൻഷിപ്പ് റിമൂവ് ചെയ്ത് കാണിച്ചിരുന്നു. അതിൽ പറ്റിയതാവാം. എന്തായാലും ശരി, ഇതിൻ്റെ നെക്സ്റ്റ് സക്സസർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക. ഫൗണ്ടേഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഇവിടെ ഈ ഒരു ഫൗണ്ടേഷൻ ഫേസ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ഇലക്ട്രിക് സ്ട്രക്ചർ ഫ്രെയിം എന്ന് പറയുന്ന ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസറാണ്. അപ്പോൾ അത് കൊടുക്കാഞ്ഞത് കൊണ്ട് ആണ് ഇത് ഞാൻ അസൈൻ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ഫേസ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി ഇതിനും അതേപോലെ തന്നെ സ്ട്രക്ചർ കംപ്ലീറ്റ് നോക്കുക. ഇതിലെവിടെയൊക്കെയോ ഈ ഒരു ഷെഡ്യൂളിൽ സക്സസർ മിസ്സായിട്ടുണ്ട് കേട്ടോ, ബിഗിൻ സ്ട്രക്ചർ ഫേസ്. അപ്പോൾ ഇതിന് ഈ പറയുന്ന പോലെ സക്സസർ ഇല്ല. അപ്പോൾ ആ സക്സസർ മിസ്സാകുമ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിൻ്റെ ലോജിക്ക് കട്ടാവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോളംസിൽ സക്സസർ ഉള്ളത് നോക്കുക. എവിടെയൊക്കെ സക്സസർ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് നമ്മളെപ്പോഴും ലിങ്ക് ചെയ്ത് കൊടുക്കുക. ലിങ്ക് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ എൻഡഡ് ആക്ടിവിറ്റീസായിട്ട് കിടക്കും. ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആണ്. പക്ഷെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത ശേഷമാണ് ശരിക്കും മറ്റുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ മൈൽ സ്റ്റോൺസിൽ ലിങ്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ബിഗിൻ സ്ട്രക്ചർ ഫേസ് ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇതിന് ശേഷമാണ് ഈ ഇലക്ട്രിക് സ്ട്രക്ചർ ഫ്രെയിം വരേണ്ടത്. ഇതിൻ്റെ ഈ ഒരു ആക്ടിവിറ്റിക്ക് ഇലക്ട്രിക് സ്ട്രക്ചർ ഫ്രെയിം ഫിനിഷ് ടു സ്റ്റാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇവിടെ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് മൈൽ സ്റ്റോൺ റിലേഷൻഷിപ്പിൽ ഇലക്ട്രിക് സ്ട്രക്ചർ ഫ്രെയിം സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാണ് കൊടുക്കുന്നത്. സിക്സ്ത്
അതേപോലെ തന്നെ നമുക്ക് ഫ്ലോട്ട് ഓണാക്കി വെക്കാം. കോളംസ് നാനൂറ്റിയേഴ് ഫ്രീ ഫ്ലോട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്ലോർ ഡെക്കിങ്ങിൻ്റെ പ്രിഡിസസറായിട്ട് മൈൽ സ്റ്റോൺ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഫ്രീ ഫ്ലോട്ട് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പ്രോജക്റ്റിന് ടോട്ടൽ ഫ്ലോട്ട് 112 എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഫ്രീ ഫ്ലോട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതില്ല സ്റ്റാർട്ട് മൈൽ സ്റ്റോൺ ആണ്, പക്ഷേ റിലേഷൻഷിപ്പ് കൊടുത്തിരിക്കുന്നത് ഫിനിഷ് ടു സ്റ്റാർട്ടാണ്. ശരിക്കും സ്റ്റാർട്ട് ടു സ്റ്റാർട്ടാണ് വരേണ്ടത്. സ്റ്റാർട്ട് മൈൽ സ്റ്റോണിന് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് ആയിരിക്കും നോർമലി കൊടുക്കേണ്ടത്. അതേപോലെ ഫിനിഷ് മൈൽ സ്റ്റോണിന് റിലേഷൻഷിപ്പ് ഫിനിഷ് ടു സ്റ്റാർട്ടാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മൈൽ സ്റ്റോണിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ മൈൽ സ്റ്റോൺസിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ എക്സലിലേക്ക് കൊണ്ടുപോയിച്ച് നമ്മൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആ കൂട്ടത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ വീഡിയോസ് ഒന്നും നമ്മൾ ഒരു പ്രീ സിലബസ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കോഴ്സ് വരുമ്പോഴത്തേക്ക് സിലബസ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് ഓരോ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് പറയുന്നതേ ഉള്ളൂ. കോമൺ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അഡ്വാൻസ് സ്റ്റേജിൽ എങ്ങും ഞാൻ ഒരു പ്രീ പ്ലാൻഡായിട്ട് ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് വരുന്ന മിസ്റ്റേക്സ് ആണ് ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് മനസ്സിലാക്കേണ്ടത്. പ്രൈമോറ പഠിക്കാനും അല്ലെങ്കിൽ ഈ കമാൻഡ്സ് പഠിക്കാൻ എല്ലാവർക്കും പറ്റും. പ്രാക്ടിക്കലായിട്ട് ഈ മിസ്റ്റേക്സ് വരുമ്പോഴത്തേക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുള്ളത്, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് പഠിക്കേണ്ടത്. കമാൻഡ്സ് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കമാൻഡ്സ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ യൂസ് ചെയ്യണം, ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം നമ്മൾ ചില കാര്യങ്ങൾ വർക്കാവാതെ വരും. ഇപ്പോൾ തന്നെ ഞാൻ എക്സാമ്പിൾ കാണിച്ചത് 2 റിലേഷൻ പ്രിഡിസസറായിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ പ്രശ്നം വരും. അതേപോലെ ഫ്രീ ഫ്ലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. ഇത് ബിഗിൻ സ്ട്രക്ചർ ഫേസ്, ഇതിനും ഇതേപോലെ തന്നെ നമ്മൾ നോക്കുക. ഇപ്പോൾ സ്ട്രക്ചർ ഫേസ് ബിഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, ഈ 42 എന്ന് പറയുന്നത് ശരിക്കും എറക്റ്റ് സ്ട്രക്ചർ ഫ്രെയിം എന്ന് പറയുന്ന ഇതിൻ്റെ ഇതാണ്. ഇത് നമ്മൾ നോക്കുക, സ്റ്റാർട്ട് മൈൽ സ്റ്റോൺ ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്ലോർ ഡെക്കിങ്ങിന് റിലേഷൻഷിപ്പ് കൊടുക്കുമ്പം ബിഗിൻ സ്ട്രക്ചർ ഫേസ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് ആണ് കൊടുത്തിരുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. ഇവിടെ ലാഗ് ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു ആക്ടിവിറ്റിയുടെ, അതായത് എറക്റ്റ് സ്ട്രക്ചർ ഫ്രെയിം എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 42 ആണ്. ഈ 42 കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോർ ഡെക്കിങ്ങിൻ്റെ ഫ്ലോട്ട് 0 ആയി, ബിഗിൻ സ്ട്രക്ചർ ഫേസ് 0 ആയി, എറക്റ്റ് സ്ട്രക്ചർ ഫേസ് 0 ആയി.
ഇപ്പോൾ നമുക്ക് ഫ്ലോട്ട് അവിടെ കാണിക്കില്ല. അപ്പോൾ അങ്ങനെ ഫ്ലോട്ട് നമുക്ക് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. ഇവിടെ 11 days ഫ്ലോട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി മാത്രമേ വന്നിട്ടുള്ളൂ. ശരിക്കും കോൺക്രീറ്റ് സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ബേസ്മെൻറ്റ് സ്ലാബും അതിന് പ്രിഡസസറാണ്. ഓക്കെ, കണ്ടോ ഇപ്പം ആ ഒരു ഫ്ലോട്ട് 0 ആയിട്ട് മാറി. ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യണം. ഈ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനതേപോലെ തന്നെ റഫ് ഇൻ ഫേസ് ബിഗിൻസ്, ഇത് എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് മൈൽസ്റ്റോൺ ആണ്. റിലേഷൻഷിപ്പിൽ റഫ് ഇൻ ഫേസ് ബിഗിൻസ്, റഫ് ഇൻ കംപ്ലീറ്റ്. സെറ്റ് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. അതായത് ഇൻസ്റ്റാൾ എലിവേറ്റർ റെയിൽസ് ആൻഡ് സ്റ്റാർട്ടപ്പ് ആൻഡ് ടെസ്റ്റ്. സെറ്റ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ പ്രൊസസ്സറായിട്ട് വരുന്നത്. നമുക്ക് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സെറ്റ് മെക്കാനിക്കൽ ഇതിൻ്റെ നെക്സ്റ്റ് കൊടുത്തേക്കുന്ന ആക്ടിവിറ്റിയിൽ ഒന്ന് റഫ് ഇൻ ഫേസ് ബിഗിൻസ് ആണ്. സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് കൊടുത്തു. ഇത് ശരിക്കും ഫിനിഷ് ടു സ്റ്റാർട്ടാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഫിനിഷ് ടു സ്റ്റാർട്ട്. ഓക്കെ, ഇതിൽ റഫ് ഇൻ ഫേസ് ഇലക്ട്രിക്കൽ ശരിക്കും ഇതിന് വേറൊരു കാര്യം കൂടെ നോക്കുക. ഇതിനു മുമ്പ് ഇവിടെ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ വാൾസോ അല്ലെങ്കിൽ എറക്റ്റ് സ്റ്റെയർ കേസോ ഇത് ഏതോ ഐറ്റംസ് ഇതിനു മുമ്പ് വരേണ്ടതാണ്. എറക്റ്റ് സ്റ്റെയർവെൽ, എലിവേറ്റർ വാൾസ് ഇത് വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് റഫ് ഇൻ ഫേസിന് നമുക്ക് സ്ട്രക്ചറിൽ അത് വരേണ്ടതായിരുന്നു. അപ്പം അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോട്ട് 0 ആയി മാറി. ഇൻസ്റ്റാൾ എലിവേറ്റർ ക്യാബ് ആൻഡ് ഫിനിഷസ്, ഇതിനും ഇതേപോലെ തന്നെ ഫ്ലോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും റിലേഷൻഷിപ്പ് കൊടുത്തിരിക്കുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. മോസ്റ്റ് കേസ് ഫ്ലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, ഫ്രീ ഫ്ലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ എവിടെ ലോജിക്കിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ കേസ്, വളരെ കുറഞ്ഞ കേസുകളിൽ മാത്രമേ അങ്ങനെ അല്ലാതാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് എങ്ങനെയാണ്, ക്രാഷിങ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് പ്രൊജക്ട്സിൽ. അപ്പോൾ ആ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. സൗണ്ട് ക്ലാരിറ്റി കുറവോ ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലോ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.